ഹായ് മക്കളെ, നീറ്റ് 2025 ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. C+2H2 gives CH4, delta H is given as minus 74.8 kilojoule per mole. എന്നിട്ട് which of the following diagram give an accurate representation of the above reaction? ആറ് റിയാക്ടന്റ് ആണ്, പി പ്രൊഡക്റ്റ് ആണ്. മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു എൻതാൽപി ഡയഗ്രാം അല്ലെങ്കിൽ എനർജി ഡയഗ്രാം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട റിയാക്ഷൻ എക്സോതെർമിക് ആണ്. റിയാക്ഷൻ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ആവറേജ് എനർജി റിയാക്ടന്റിനേക്കാൾ കുറവാണ്. അത്തരം റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ പ്രോഡക്റ്റിന്റെ ആവറേജ് എനർജി റിയാക്ടന്റിലും താഴെ ആയിരിക്കണം. വൈ ഡയറക്ഷനിലാണ് എനർജി കൊടുത്തിട്ടുള്ളത്, എനർജിയാണ് വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ റിയാക്ടന്റിന്റെ എനർജിയേക്കാൾ താഴെ വേണം പ്രൊഡക്റ്റ്. അങ്ങനത്തെ രണ്ട് ഗ്രാഫുകളുണ്ട്. എന്നാൽ ഇത് 2ഉം 4ഉം വരില്ല. കാരണം പ്രൊഡക്റ്റിന്റെ എനർജിയാണ് അവിടെ റിയാക്ടന്റിനേക്കാൾ കൂടുതലായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എൻഡോതെർമിക്കിന്റെ എൻതാൽപി ഡയഗ്രമാണ്. റിയാക്ഷൻ എക്സോതെർമിക്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ഇനി എന്താ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാല് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ആവറേജ് എനർജീസിനിടയിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്. ഓക്കെ, റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ആവറേജ് എനർജിക്കിടയിലെ ഡിഫറൻസ് ആണ് ഡെൽറ്റ എച്ച്. ഇതാണ് ഡെൽറ്റ എച്ച്, അതാണ് 74.8. അപ്പോ എന്നാല് റിയാക്ടന്റിന്റെ ആവറേജ് എനർജി മുതൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് വരെയുള്ള എനർജി നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. അതല്ല 74.8. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.